നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. DCC മുൻ പ്രസിഡന്റ് റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ആശാപ്രവർത്തകർക്ക് 2000 രൂപ ഓണറേറിയം പ്രഖ്യാപിച്ച് ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരായി വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസ് അപലപനീയമെന്ന് കെ ഫ്രാൻസിസ് ജോർജ് MP പാർലമെന്റിൽ ഉന്നയിച്ചു. ഇടുക്കി നെടുങ്കണ്ടം വടാട്ടുപാറയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 6 മാസത്തിലധികം പഴക്കം കാണുമെന്നാണ് പ്രാഥമിക നിഗമനം. ചൊക്രമുടി മലനിരകളിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം. വാർത്തകൾ വിശദമായി. CPIM നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യ വകുപ്പും ഇടുക്കി ജില്ലാ ആശുപത്രിയെ തകർക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ ആശുപത്രി കവാടത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം DCC മുൻ പ്രസിഡന്റ് റോയി കെ പൗലോസ് നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററും മറ്റനുബന്ധ സൗകര്യങ്ങളും ഉപയോഗശൂന്യമായി കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് ജില്ലാ ആശുപത്രി കവാടത്തിൽ യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണാ സമരം മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത ജില്ലാ ആശുപത്രിയെ തകർക്കുന്നു. ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കുവാൻ സാധിക്കുന്ന അറ്റകുറ്റപ്പണികളുടെ പേരിൽ 1 മാസത്തോളമായി ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടിരിക്കുന്നത് തങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന വാദത്തിലൂടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഭരണസമിതിക്കും ഈ ദുരവസ്ഥയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ടോ? രോഗികളായി വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കേണ്ട ആളുകൾ അവരാണ്. ഡോക്ടർമാരെ അവരുടെ സേവനം ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കാണ്. ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കാണ്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിഴവുകൾ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം സമയാസമയങ്ങളിൽ പരിഹാരമുണ്ടാക്കി ഇതേറ്റവും ഭംഗിയായ നിലയിൽ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ആവശ്യങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന നേതൃത്വം വഹിക്കുന്ന ജില്ലാ പഞ്ചായത്ത്. വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ നാട്ടില് നിരവധി ആളുകൾ തന്നെ പരാതി പറയുന്നു. ആശുപത്രിയിൽ വരുന്ന ആളുകൾ തന്നെ പരാതി പറയുന്നു. പത്രവാർത്തകള്, മാധ്യമ വാർത്തകള്, ചാനലുകള് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ സംഭവം? കഴിഞ്ഞ 22-23 ദിവസമായി ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടിരിക്കുകയാണ്. ആലോചിച്ചു, ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ ഒക്കെ വേണമെങ്കിൽ വളരെ അത്യാവശ്യമായ അടച്ചിടാം. ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളോടെ ഉണ്ടായാൽ ഒരു അണുബാധയൊക്കെ ഉണ്ടാകുക, അങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള അത്തരമുള്ള ചില സംഭവങ്ങൾ ഉണ്ടായാൽ അതിനൊക്കെ പ്രതിവിധി ഉണ്ടാകുന്നിടത്തേക്ക് ഒരു ചെറിയ കാലയളവിൽ. ഇവിടെ 22 ദിവസത്തിലേറെയായി തിയേറ്റർ അടച്ചിട്ടിരിക്കുന്നതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇവിടെ വരുന്ന ആളുകളോട് ഡോക്ടർമാർ പറയുന്നതും പത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊന്ന്, ഇവിടുത്തെ അതിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിലെ AC സംവിധാനം ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഇത് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. 2, അവിടുത്തെ ഇൻവെർട്ടറിന്റെ ബാറ്ററി അത് പോയി. രണ്ടും എത്രയോ വലിയ ഗൗരവമുള്ള സംഭവമാണെന്ന് ഓർക്കണം. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ TJ പീറ്റർ, CB ദാമോദരൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്,
കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ MS സജീവ്, രാജേഷ് ബാബു, മനോജ് തങ്കപ്പൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു കെ ജോൺ, ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ്, ജില്ലാ ഭാരവാഹികളായ ബിബിൻ അഗസ്റ്റിൻ, ഫൈസൽ TS, മനു CL, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ബെന്നി പാറേക്കാട്ടിൽ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അസ്ലം ഓലിക്കൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോജോ വെച്ചൂർ, ജില്ലാ ഭാരവാഹികളായ ബ്ലസൻ ബേബി, ആര്യലക്ഷ്മി, ജെയിംസ് പോൾ എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ റഹ്മാൻ ഷാജി, ബിനീഷ് ബെന്നി, ജോസിൻ തോമസ്, നിയോജക മണ്ഡലം ഭാരവാഹികളായ ഫസൽ സുലൈമാൻ, ജിൽസൺ കിഴക്കേക്കര, ഷിനോ ഗോപിനാഥ്, ആൽബിൻ C ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. അനാവശ്യമായ കാരണങ്ങളാൽ ആശുപത്രി സൗകര്യങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കുന്നത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുവാനാണ്. ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ ഉടൻ പ്രവർത്തനം പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അറക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ 2025-2026 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 24,75,68,523 രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അറക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബി ജോമോൻ അവതരിപ്പിച്ചത്. അറക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിന്റെ സാമ്പ്രദായിക വരവിനങ്ങൾക്ക് പുറമെ MP MLA ഫണ്ടുകൾ, വരൾച്ച ദുരിതാശ്വാസ ഫണ്ടുകൾ, പ്രളയ സമാശ്വാസ ഫണ്ടുകൾ, ശുചിത്വ മിഷൻ ഫണ്ട്, വിവിധ സാമൂഹിക സുരക്ഷിതത്വ ഫണ്ടുകൾ, സംസ്ഥാനാവിഷ്കൃത പദ്ധതികൾ കൂടാതെ 2024-25 വർഷത്തെ നീക്കിബാക്കി ഉൾപ്പെടെ ആകെ 24,75,68,523 രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അറക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബി ജോമോൻ അവതരിപ്പിച്ചത്. രാത്രി സമയവും അതുപോലെ പകൽ മുഴുവൻ സമയം ഒരു ചായ കുടിക്കാൻ പോലും പോകാനുള്ള സമയമില്ലാണ്ട് ഈ ബഡ്ജറ്റ് രൂപത്തിലെ ഈ പുസ്തകം നമ്മുടെ ഇടയിലേക്ക് എത്തിച്ച സിജി സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സമയത്ത് ഞാൻ ഓർക്കുവാണ്. അതുപോലെ തന്നെ നമുക്ക് 2025-26 ഈ പദ്ധതികളെല്ലാം നിർവഹണം നടത്തേണ്ട നിർവഹണ ഉദ്യോഗസ്ഥരാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മൾ അവരുടെ ഒപ്പം ആയിരുന്നുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ അടുത്ത ഈ ഭരണസമിതി തീരുന്നതിന് മുൻപ് തന്നെ അടുത്ത വർഷത്തേക്കുള്ളതും നമുക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇറങ്ങുവാൻ. അപ്പൊ ഇതിനെല്ലാം സഹായിച്ച നിങ്ങളെ എല്ലാവരെയും ഓർത്തുകൊണ്ട് 2025-26 ബഡ്ജറ്റ് നമ്മുടെ ഓരോരുത്തരുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഭവനരഹിതരില്ലാത്ത കേരളം ചെലവ് 24,13,66,647 കിഴിച്ച് 62,01,876 രൂപ മിച്ചമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടും സേവന പശ്ചാത്തല മേഖലകളിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾക്കുമായി തുക വകയിരുത്തിക്കൊണ്ടുമുള്ള ബഡ്ജറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ, ഭിന്നശേഷിയുള്ള വ്യക്തികൾ, വൃദ്ധർ, നിരാലംബരായ രോഗികൾ, സ്ത്രീകൾ, കുട്ടികൾ എന്നിങ്ങനെ കൈത്താങ്ങ് ആവശ്യമായവരും പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുമായ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉചിതമായ രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും തുക വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ സ്ത്രീ സൗഹൃദ, ബാലസൗഹൃദ, ജനസൗഹൃദ ഭരണ സ്ഥിരാകേന്ദ്രമാക്കുക എന്ന ലക്ഷ്യമാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അറക്കുളം. ആശാപ്രവർത്തകർക്ക് 2000 രൂപ ഓണറേറിയം പ്രഖ്യാപിച്ച് ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. സമസ്ത മേഖലയ്ക്കും പരിഗണന നൽകി 2025-2026 വർഷത്തെ ബജറ്റ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജനാണ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ അധ്യക്ഷത വഹിച്ചു. 534,834,879 രൂപ വരവും 527,227,00,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ആശാപ്രവർത്തകർക്ക് പ്രതിമാസം 2000 രൂപ ഓണറേറിയം നൽകാനും ബഡ്ജറ്റിൽ തുക വകയിരുത്തി. യുവതലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന മയക്കുമരുന്നിനെ പ്രതിരോധിക്കാൻ പഞ്ചായത്തിലെ മുഴുവൻ ഹൈസ്കൂളുകളിലെയും വിദ്യാർത്ഥികളെയും സിന്തറ്റിക് മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കർമ്മ പദ്ധതികൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. വാർഷിക ബഡ്ജറ്റ് 2025-26. ഉപഭോക്താവാണ് ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഉപഭോക്താവ് നമ്മെ ആശ്രയിച്ചല്ല, നാം ഉപഭോക്താവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ മാർഗത്തിലെ തടസ്സമല്ല, ലക്ഷ്യം തന്നെയാണ്. നമ്മൾ ഉപഭോക്താവിനെ സേവിക്കുക വഴി അദ്ദേഹത്തിന് ഒരു ഉപകാരം ചെയ്യുകയല്ല, സേവനത്തിന് ഒരു അവസരം തന്ന അദ്ദേഹമാണ് നമുക്ക് ഉപകാരം ചെയ്യുന്നത് എന്ന് മഹാത്മാവിൻ്റെ
ആ വചനത്തെ ശ്രവിച്ചുകൊണ്ട് നമുക്ക് ബഡ്ജറ്റിലേക്ക് കാർഷിക മേഖല, ക്ഷീരമേഖല, ടൂറിസം വികസനം, MCF നിർമ്മാണം, പട്ടികജാതി പട്ടികവർഗ വികസനം, കുടിവെള്ള പദ്ധതി, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, മത്സ്യകൃഷി, തൊഴിൽ ഉറപ്പ് പദ്ധതി എന്നീ സമസ്ത മേഖലയ്ക്കും ബഡ്ജറ്റിൽ പണം മാറ്റിവെച്ചിട്ടുണ്ട്. സെക്രട്ടറി ബിന്ദുമോൻ VR, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഇംപ്ലിമെന്റ് ഓഫീസർമാർ എന്നിവർ ബഡ്ജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. തുടർന്ന് ബഡ്ജറ്റിന്മേലുള്ള ചർച്ചയും നടന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരായി വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസ് അപലപനീയമെന്ന് കെ ഫ്രാൻസിസ് ജോർജ് MP പാർലമെന്റിൽ ഉന്നയിച്ചു. അടിയന്തരമായി കേസ് പിൻവലിക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടു. To express his solidarity and his out of his sympathy and concern for the people and for this cause, His Excellency the Bishop Mar George Punnakottil, the Bishop Emeritus of Kodamangalam Diocese, also participated in this very peaceful silent march, sir. The Forest Department has taken a case against His Excellency the Bishop and also against our Honorable MP, saying that public property has been destroyed. Sir, I can assure you, sir, not even a blade of grass was destroyed. I request the Honorable Ministry, the Honorable Minister of Forest here, to direct the Kerala Forest Department to immediately withdraw the cases against His Excellency the Bishop and also against our Honorable MP. മലങ്കര ഹില്ലി അക്വ കുടിവെള്ള ഫാക്ടറിക്ക് സമീപത്തെ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ നിരവധി കുടിവെള്ള പദ്ധതിയുടെ ശുദ്ധജല സ്രോതസ്സായ തൊടുപുഴയാറ്റിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന പരപ്പൻ തോട്ടിലേക്കാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് മടങ്ങി. ജലസ്രോതസ്സിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ പോലീസിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത്. കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മലങ്കര ഹില്ലി അക്വ കുടിവെള്ള ഫാക്ടറിക്ക് സമീപത്തെ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെ പ്രദേശത്ത് ദുർഗന്ധം അനുഭവപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് സ്ഥലത്ത് നിരീക്ഷണം നടത്തിയ നാട്ടുകാരാണ് സംഭവം ആദ്യം കണ്ടത്. നിരവധി കുടിവെള്ള പദ്ധതിയുടെ ശുദ്ധജല സ്രോതസ്സായ തൊടുപുഴയാറ്റിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന പരപ്പൻ തൊട്ടിലേക്കാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. സംഭവം അറിഞ്ഞ ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് മടങ്ങി. ജലസ്രോതസ്സിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ പോലീസിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത്. ഇതിനു സമീപം തന്നെ AI ക്യാമറ ഉള്ളതിനാൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ കഴിയും. മുൻകാലങ്ങളിൽ ഇവിടം കേന്ദ്രീകരിച്ച് മാലിന്യം തള്ളൽ പതിവായിരുന്നുവെങ്കിലും കുറച്ചുനാളായി ആ ശല്യം ഉണ്ടായിരുന്നില്ല. കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. എള്ളുംപുറത്ത് എക്സൈസ് കള്ളക്കേസിൽ കുടുക്കിയ യുവാവിനെ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ജനകീയ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണയും പൊതുയോഗവും സംഘടിപ്പിച്ചു. CSI ഈസ്റ്റ് കേരള മഹായിടവക വൈദിക സെക്രട്ടറി റവറന്റ് TJ ബിജോയ് ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ഏകോപന സമിതി സംസ്ഥാന ട്രഷറർ MA ശശീന്ദ്രൻ ഉൾപ്പെടെ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ജനകീയ പ്രക്ഷോഭ സമിതി ചെയർമാൻ ജെയിംസ് കൊലാനി, ജനറൽ കൺവീനർ KM സാബു എന്നിവർ നേതൃത്വം നൽകി. എള്ളുംപുറത്തെ പട്ടികവർഗ യുവാവിനെ എക്സൈസ് കള്ളക്കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കുക, വൻതോതിലുള്ള കഞ്ചാവിന്റെയും ഹാഷിഷ് ഓയിലിന്റെയും ഉറവിടം കണ്ടെത്തുക, യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക, ലഹരി വ്യാപനം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുട്ടത്ത് ജനകീയ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണയും പൊതുയോഗവും നടത്തി. CSI ഈസ്റ്റ് കേരള മഹായിടവക വൈദിക സെക്രട്ടറി റവറന്റ് TJ ബിജോയ് ഉദ്ഘാടനം ചെയ്തു. സിറിൽ ജോൺസനെ കളവായി കേസിൽ കുടുക്കിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും ഗൂഢാലോചന നടത്തിയ മയക്കുമരുന്ന് ലോബിക്കുമെതിരെയും പട്ടികജാതി പട്ടിക ഗോത്രവർഗ പീഡനം തടയൽ നിയമമനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ലഹരി വ്യാപനം തടയണമെന്നും അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആദിവാസി ഏകോപന സമിതി സംസ്ഥാന ട്രഷറർ MI ശശീന്ദ്രൻ, ഗാന്ധിദർശൻ വേദി ഉപാധ്യക്ഷൻ TJ പീറ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ബിജു, മുട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജോയ് ജോൺ, 8ാം വാർഡ് മെമ്പർ ടെസി സതീഷ്, റവറന്റ് PD ജോസഫ്, വിവിധ കക്ഷി നേതാക്കളായ PS സതീഷ്, BG ഷാജു, N വിനോദ് കുമാർ, EN ചന്ദ്രബോസ്, ബിനോയ് ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനകീയ പ്രക്ഷോഭ സമിതി ചെയർമാൻ ജെയിംസ് കൊലാനി, ജനറൽ കൺവീനർ KM സാബു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സെൻട്രൽ ബസാർ ഇനി തൊടുപുഴയിലും. സെൻട്രൽ ബസാറിന്റെ പുതിയ ഷോറൂം തൊടുപുഴ അൽഫോൺസ കണ്ണാശുപത്രിക്ക് എതിർവശം ശനിയാഴ്ച പ്രവർത്തനം ആരംഭിക്കും. നിത്യോപയോഗ സാധനങ്ങൾക്ക് MRPയിൽ നിന്നും 5% മുതൽ 75% വരെ വിലക്കുറവ് ഒരുക്കിയാണ് സെൻട്രൽ ബസാർ പ്രവർത്തനം ആരംഭിക്കുന്നത്. എല്ലാ ആഴ്ചയും സ്വർണ്ണ നാണയം നേടാനുള്ള അവസരവുമുണ്ട്. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ PG ജോസഫ് MLA സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഭദ്രദീപം തെളിയിക്കും. സെൻട്രൽ ബസാർ വനിതം ഗ്രൂപ്പിന്റെ 150ാമത് സ്റ്റോറായ തൊടുപുഴ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 10:30 PJ ജോസഫ് MLA നിർവഹിക്കും. ചടങ്ങിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഭദ്രദീപം തെളിയിക്കുകയും ലാൻഡ് ഓണർ കൃഷ്ണകുമാർ ആദ്യ വിൽപ്പന നടത്തുകയും ചെയ്യും.
മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി, കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തെരണിയിൽ, DCC പ്രസിഡന്റ് CP മാത്യു, CPM ഏരിയ സെക്രട്ടറി MD ഫൈസൽ, ഡെപ്യൂട്ടി കളക്ടർ VE അബ്ബാസ്, HEF പ്രസിഡന്റ് പ്രശാന്ത് കുമാർ, സഹകാർ ഭാരതി സംസ്ഥാന സെക്രട്ടറി S പത്മഭൂഷൺ, ബിജു PV, BJP നോർത്ത് സോൺ പ്രസിഡന്റ് PP സാനു, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PMA ഷുക്കൂർ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. നിത്യോപയോഗ സാധനങ്ങൾക്ക് MRPയിൽ നിന്നും 5% മുതൽ 75% വരെ വിലക്കുറവാണ് സെൻട്രിയൽ ബസാർ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ എല്ലാ ആഴ്ചയും സ്വർണ്ണ നാണയം നേടാനുള്ള അവസരവുമുണ്ട്. 1 കിലോ പഞ്ചസാര 9 രൂപ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ഒട്ടനവധി ഓഫറുകളും. സെൻട്രിയൽ ബസാർ തൊടുപുഴയ്ക്കായി ഒരുക്കുന്ന പുത്തൻ ഷോപ്പിംഗ് അനുഭവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. സെൻട്രൽ ബസാറിൻ്റെ പുതിയ സംരംഭമായ സെൻട്രിയൽ ഹൈപ്പർ മാർക്കറ്റ് ശനിയാഴ്ച രാവിലെ 10:30 ബഹുമാനായ ഇടുക്കി MP ഡീൻ കുര്യാക്കോസും PJS MLAയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. സദവസരത്തിലേക്ക് നിങ്ങളേവരും ഞങ്ങൾ സ്വാഗതം ക്ഷണിക്കുന്നു. കൂടാതെ ഈ സെൻട്രൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ 150ാമത്തെ സ്റ്റോറാണ് തൊടുപുഴ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇത് ഹൈപ്പർ മാർക്കറ്റിനോടനുബന്ധിച്ച് ഞങ്ങൾ ഫിഷ് ആൻഡ് മീറ്റ്, അതുപോലെ തന്നെ ചായ ആൻഡ് ചാറ്റ്, അതുപോലെ തന്നെ റോയൽറ്റി കാർട്ടിംഗ് സിസ്റ്റം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അതിനകത്ത് 5% മുതൽ 75% വരെ MRPയിൽ നിന്നും നിങ്ങൾക്ക് വളരെ തുച്ഛമായ വിലയിൽ സാധനങ്ങൾ എടുക്കാൻ ഉള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ അൽഫോൺസായി ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റാണ് ഈ സെൻട്രൽ ബസാറിൻ്റെ സ്റ്റോറും തുറന്ന് പ്രവർത്തിക്കുന്നത്. ഇടുക്കി നെടുങ്കണ്ടം വടാട്ടുപാറയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 6 മാസത്തിലധികം പഴക്കം കാണുമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം പുരുഷന്റേതാണെന്ന് സംശയിക്കുന്നു. നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നെടുങ്കണ്ടം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ആളൊഴിഞ്ഞ വീടിനുള്ളിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. സമീപത്തെ തോട്ടിൽ മീൻ പിടിക്കുവാൻ എത്തിയ കുട്ടികളാണ് ആദ്യം സംഭവം കണ്ടത്. കുട്ടികൾ നാട്ടുകാരെ വിവരം അറിയിച്ചതോടുകൂടിയാണ് സംഭവം പുറംലോകമറിഞ്ഞത്. കരുണാപുരം പഞ്ചായത്തിൻ്റെ 3-ാം വാർഡിൽ ചോറ്റുപാറ എന്ന സ്ഥലത്ത് ശശി എന്ന ആളിൻ്റെ സഹോദരൻ്റെ ഒരു സ്ഥലത്ത് ഒരു ജീർണിച്ച കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിനകത്ത് ഒരു ആളെ തൂങ്ങി മരിച്ച നിലയിൽ, ബോഡി തല മാത്രം തൂങ്ങിയ നിലയിലുണ്ട്. ബാക്കി ബോഡി താഴേക്ക് വീണ സ്ഥിതിയിലാണ് കിടക്കുന്നത്. ആ ബോഡിക്ക് ഒരു 3 മാസമെങ്കിലും കാലപ്പഴക്കം ഉണ്ടായിരിക്കണം എന്നാണ് തോന്നുന്നത്. കയറിൽ തൂങ്ങിയ നിലയിൽ തലയോട്ടിയും ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നിലത്ത് വീണ നിലയിലുമാണ്. ശരീരം പൂർണ്ണമായും അഴുകി അസ്ഥികൾ വേർപെട്ട നിലയിലാണ്. മൃതദേഹത്തിന് 6 മാസത്തോളം പഴക്കമുണ്ടാകുമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹം പുരുഷന്റേതാണെന്നാണ് അനുമാനിക്കുന്നത്. നെടുങ്കണ്ടം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഫോറൻസിക് ഡോഗ് സ്ക്വാഡുകൾ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. സമീപ പ്രദേശങ്ങളിൽ നിന്നും കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കാണാതായവരെ കുറിച്ചുള്ള വിവരശേഖരണം പോലീസ് ആരംഭിച്ചു. ചെങ്കരയിൽ വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന 2 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ എക്സൈസിന്റെ പിടിയിൽ. കുമളി കല്ലേപ്പുരക്കരയിൽ അമലഗിരി പുതുവൽ വീട്ടിൽ യേശുദാസ് ആണ് പിടിയിലായത്. പീരുമേട് എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജിജി കെ ഗോപാലും സിവിൽ എക്സൈസ് ഓഫീസർമാരായ BS ദീപകുമാർ, മുകേഷ്, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീദേവി, ഡ്രൈവർ KE ജെയിംസ് എന്നിവർ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. ചക്രമുടി മലനിരകളിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ചക്രമുടി മലനിരകളുടെ ഭാഗമായ ഒറ്റമരം, പച്ചപ്പുല്ല്, പെരപ്പാറ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ സംഘം സന്ദർശനം നടത്തിയത്. ഈ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള കയ്യേറ്റം സർക്കാർ അടിയന്തരമായി പരിശോധിക്കണമെന്ന് റോയ് കെ പൗലോസ് ആവശ്യപ്പെട്ടു. ചൊക്രമുടി മലനിരകളുടെ ഭാഗമായ ഒറ്റമരം, പച്ചപ്പുല്ല്, വീക്കാട്, പെരപ്പാറ, കല്ലമ്പലം തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം സന്ദർശനം നടത്തി. കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. കുത്തക പാട്ടഭൂമിയുടെ മറവിൽ പ്രദേശത്ത് കയ്യേറ്റ ശ്രമം നടക്കുന്നുവെന്നും ഈ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള കയ്യേറ്റം സർക്കാർ അടിയന്തരമായി പരിശോധിക്കണമെന്ന് റോയ് കെ പൗലോസ് ആവശ്യപ്പെട്ടു. ലംബോദരന്റെ പേരെടുത്ത് പറഞ്ഞാണ് ഈ നാട്ടിലെ ആളുകളെല്ലാം പറയുന്നത്. ഈ 100 കണക്കിന് ഏക്കർ ഭൂമി
അതുപോലെ ഈ ഒറ്റമരം മുതൽ ഈ കയ്യേറ്റ സ്ഥലങ്ങളിലേക്കെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള റോഡെന്ന് പറയുന്നത് കിലോമീറ്ററുകൾ നീണ്ട റോഡുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കയ്യേറ്റ ഭൂമിയിലൂടെയാണ്, സർക്കാർ ഭൂമിയിലൂടെയാണ് ഒരനുമതിയുമില്ലാതെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ റോഡ് ഉൾപ്പെടെ തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരമുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അന്വേഷിച്ച് ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. അതിൽ ആവശ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്താനുള്ള എല്ലാ നടപടികളും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇത് സംബന്ധിച്ച് പരാതികൾ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ, BJ ജോസഫ്, MM ബേബി, അലോഷി തിരുതാളിൽ, ബേബി, ഷാംബു, സിജു ജേക്കബ്, ഗുണശേഖരൻ തുടങ്ങി വിവിധ പ്രാദേശിക നേതാക്കളും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. ചൊക്രമുടി മേഖലയിൽ സർക്കാരിന്റെ കൈവശമുള്ള 870 ഏക്കർ തരിശുഭൂമി സർവേ നടത്തി അടയാളപ്പെടുത്തി കയ്യേറ്റക്കാരിൽ നിന്നും ഒഴിപ്പിച്ചെടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മുതലക്കോടം സേക്രഡ് ഹാർട്സ് ഗേൾസ് ഹൈസ്കൂളിന് സമീപമുള്ള തൊടുപുഴ നഗരസഭയുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പരിസരവും സ്കൂൾ മാനേജ്മെന്റിന്റെയും PTA നേതൃത്വത്തിൽ വൃത്തിയാക്കി നവീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ഷഹന ജാഫർ നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സുനി M കുര്യൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മുതലക്കോടം സേക്രഡ് ഹാർട്സ് ഗേൾസ് ഹൈസ്കൂളിന് സമീപമുള്ള തൊടുപുഴ നഗരസഭയുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പരിസരവും സ്കൂൾ മാനേജ്മെന്റിന്റെയും PTA നേതൃത്വത്തിൽ വൃത്തിയാക്കി നവീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ഷഹന ജാഫർ നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സുനി M കുര്യൻ, PTA പ്രസിഡന്റ് ഗലീലിയോ മത്തായി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തികച്ചും ശ്രമകരമായ ഒരു ശുചീകരണ പ്രവർത്തനമാണ് നഗരസഭയുടെയും സ്കൂളിന്റെയും നേതൃത്വത്തിൽ നടന്നത് എന്ന് ഷഹന ജാഫറും, വളരെ അഭിനന്ദനാർഹമായ ഒട്ടേറെ പ്രവർത്തനങ്ങളും നേട്ടങ്ങളുമാണ് സേക്രഡ് ഹാർട്സ് ഗേൾസ് ഹൈസ്കൂൾ ഈ വർഷം പാഠ്യേതര മേഖലകളിൽ കൈവരിച്ചതെന്നും സാമൂഹ്യ പ്രതിബദ്ധതയോടെ സ്കൂൾ മാതൃകാപരമായി മുന്നേറുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഹെഡ്മിസ്ട്രസ് സുനി M കുര്യനും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഇടുക്കിയുടെ കായിക പ്രതിഭകളെ വാർത്തെടുത്ത 4 അധ്യാപകർ പതിറ്റാണ്ടുകൾക്ക് ശേഷം പടിയിറങ്ങുന്നു. 33 വർഷത്തെ സേവനത്തിന് ശേഷം അടിമാലി ഗവൺമെന്റ് HSലെ KI സുരേന്ദ്രൻ, 29 വർഷത്തെ സേവനത്തിന് ശേഷം വാഴത്തോപ്പ് സെന്റ് ജോർജസ് HSSലെ ജാൻസി ജേക്കബ്, 28 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ശേഷം ശാന്തിഗ്രാം ഗാന്ധിജി EMHSലെ ജെയ്മോൻ P ജോർജ്, മൂന്നാർ MRSലെ ജോഷി ഫ്രാൻസിസ് എന്നിവരാണ് വിരമിക്കുന്നത്. സ്വർണത്തേക്കാൾ വലിയ സമ്പത്താണ് ആരോഗ്യമെന്നും കായിക വിനോദവും വ്യായാമവും ലഹരിയാക്കണമെന്നും വിദ്യാർത്ഥി സമൂഹത്തെ ഉദ്ബോധിപ്പിച്ച ഈ അധ്യാപകർ ആക്റ്റീവ് സ്പോർട്സിനും കായിക പ്രവർത്തനങ്ങൾക്കും നിസ്തുലമായ സംഭാവനകൾ നൽകിയവരാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. DCC മുൻ പ്രസിഡന്റ് റോയി K പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ആശാപ്രവർത്തകർക്ക് 2000 രൂപ ഓണറേറിയം പ്രഖ്യാപിച്ച് ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരായി വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസ് അപലപനീയമെന്ന് K ഫ്രാൻസിസ് ജോർജ് MP പാർലമെന്റിൽ ഉന്നയിച്ചു. ഇടുക്കി നെടുങ്കണ്ടം വടാട്ടുപാറയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 6 മാസത്തിലധികം പഴക്കം കാണുമെന്നാണ് പ്രാഥമിക നിഗമനം. ചൊക്രമുടി മലനിരകളിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി മുൻ DCC പ്രസിഡന്റ് റോയി K പൗലോസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.